ഒന്നും നടക്കത്തില്ല, അത് വേറൊരു കാര്യം. എന്താണ് മനസ്സിലായില്ല? അത് മനസ്സിലാക്കി തരാടാ, ഞാൻ മനസ്സിലാക്കി തന്നിട്ട് അതാണ്. ഹലോ, നിങ്ങളാരും മനസ്സിലായില്ല? അത് ഇവിടെ ഇരിക്കുകയല്ലേ, ചേച്ചി അറിയോ? ഓർക്കുന്നുണ്ടോ? 4 സീല് ഐ ലവ് യു എഴുതി തന്ന് പട്ടക്കേന്നൊരു അടി തന്ന. പക്ഷെ എന്റെ കർമ്മ ഇപ്പോഴും പോയിരുന്നുണ്ട്. ഞാൻ ആരാന്നുള്ള ഈ ഇരിക്കുന്ന ജനങ്ങൾക്ക് കംപ്ലീറ്റ് അറിയാവടാ. ചോദ്യത്തിന്റെ ആവശ്യമില്ല, ഞാൻ ആരെന്ന് എല്ലാവർക്കും അറിയാണ്ടോ. സുരേഷ് കുമാർ എന്നോട് പഠിച്ചാണ്. എനിക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കമലാസനാണ്. കമലാസനൻ അതായത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്നിട്ട് സ്വന്തം ഭാര്യയുടെ വോട്ട് പോലും കിട്ടാതെ തോറ്റുപോയ കമലാസനൻ. അതാണ് നിന്നോട് ചോദിച്ചതിന്റെ ചോദ്യം. നീ ആരോട് ചോദിച്ചിട്ടാണ് അവിടെ സ്റ്റേജ് കെട്ടി പരിപാടി നടത്തുന്നത്? അത് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ അധികാരം ഉണ്ട്. ഞാൻ കയറി വന്ന് പറയാടാ, ഞാൻ കയറിയിട്ട് ഉടനെ വരാം. ഇവരോട് 2 വർത്താനം പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ സ്റ്റേജ് കയറൂടാ. നീ ആരോട് ചോദിച്ചിട്ട് അവിടെ സ്റ്റേജ് കെട്ടി? എന്റെ പ്രോപ്പർട്ടി, അതായത് എന്റെ പറമ്പ് എന്നോട് ചോദിച്ചാൽ സ്റ്റേജ് കെട്ടി പരിപാടി നടത്താൻ നിന്നോട് ആര് പറഞ്ഞ? ചേട്ടാ, ഞാൻ ചേട്ടന് അനുവാദം ചോദിക്കാൻ വേണ്ടി ചേട്ടന്റെ വീട്ടിൽ വന്നായിരുന്നു. എന്നെ കാണണമെങ്കിൽ എന്റെ തറവാട്ടിൽ വരണം. തറവാട്ടിലാണ് ഞാൻ വന്നത്. ഏത് ചേട്ടുകൂടി ഷാപ്പിൽ വന്നായിരുന്നോ? ഷാപ്പിലൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പൊ നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി സമ്മതിച്ചു. അതാണ് അവിടെ കുഴപ്പം. നാട്ടുകാർ എന്ത് ചോദിച്ചാലും ഉടനെ അവളങ്ങ് സമ്മതിക്കും. സ്വന്തം ഭർത്താവായ ഞാൻ എന്തെങ്കിലും ചോദിച്ചാ ഭൂദേവി തന്നെ വാരി എടുത്തിട്ടിരിക്കും. ഞാൻ വീട്ടിൽ വന്നപ്പോ നിങ്ങളുടെ ഭാര്യ കുറച്ച് കാര്യം എന്നോട് പറഞ്ഞു. എന്നതാ അവളിത്ര പറയാനായിട്ട്? മദ്യപിച്ചിട്ടില്ല വന്നേക്കണം. ഉണ്ട്, ഞാൻ 4 അടിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന പലരും ഞങ്ങൾ ഒരുമിച്ച് അടിച്ച് ഷെയറിട്ട് അടിച്ചാണ്. അത് വേറെ കാര്യം. കൈവക്കിയപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ ഫ്രീ ആയിട്ട് ഉപദേശം പുള്ളി കൊടുക്കാൻ വേണ്ടി. ഫ്രീ ആയിട്ട് അവന് ഉപദേശം തരണ്ട, സീരിയസ് ആയിട്ട് തരാമെങ്കിൽ ഞാൻ കേൾക്കാം. നിങ്ങൾ എത്ര നാളായി നമ്മൾ കള്ളൂരി തുടങ്ങി? അതിപ്പോ ആലോചിച്ചൊക്കെ പറയേണ്ട കാര്യം. എങ്കിലും ഒരു ഊഹം വെച്ചിട്ട് പറയാം, ഒരു 10-25 വർഷമായി കാണും. 25 വർഷമായിട്ട് കമലഹാസൻ മദ്യപിക്കുകയാണ്. അതെ, കമലഹാസൻ 25 വർഷമായിട്ട് നിങ്ങൾ മദ്യപിച്ച പൈസ കൂട്ടി വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെൻസ് കാർ മേടിക്കാമായിരുന്നു. എങ്ങനെയെന്ന്? 25 വർഷമായിട്ട് നിങ്ങൾ മദ്യപിക്കുകയാണല്ലോ. ആ 25 വർഷമായിട്ട് മദ്യപിച്ച പൈസ നിങ്ങൾ കൂട്ടി വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെൻസ് കാർ മേടിക്കാമായിരുന്നു. ഒരു വല്ലാത്ത ചോദ്യമാണല്ലോടാ. നമ്മള് മദ്യപിക്കുവോ? ഞാൻ മദ്യപിക്കല്ലോ. ഇവിടെ ചോദിച്ചറിയാം. ബെൻസ് കാർ ഏത് ഭാഗത്തായിട്ടിരിക്കുന്നത്? ബെൻസില്ല, ഓട്ടോറിക്ഷ, സൈക്കിള്. എവിടെയെങ്കിലും പോണെങ്കിൽ ആരെങ്കിലും ബൈക്കിൽ പുറകെ കയറി പോകും. ഇല്ലെങ്കിൽ നീ കൊട ഒരിഞ്ഞ് നടന്നു പോകും. എടാ നാറി, നീ ആദ്യം നന്നാകും, എന്നെ എന്നിട്ട് ഉപദേശം മതി കേട്ടോ. ഞാൻ ശൈജി ഇവിടെ എന്റെ സ്ഥലമാണ് ഇത്. നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ ഇയാളുടെ വീട്ടിൽ ചെന്നപ്പോ ഇയാളുടെ ഭാര്യ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഒരു 25,000 രൂപ ലോട്ടറി അടിച്ചായിരുന്നു. ആ പൈസ നിങ്ങൾ എന്ത് ചെയ്തു? അല്ല, ഒന്നാമത്തെ ഒരു ഫോൺ വാങ്ങിച്ചാൽ വീട്ടിൽ വെച്ചിട്ടുണ്ടാ. അതാണ് നിങ്ങൾ കേൾക്കണം. വീട്ടിൽ കഞ്ഞി കുടിക്കാൻ വകുപ്പില്ല, എന്നിട്ട് 25,000 ലോട്ടറി അടിച്ചപ്പോ പുള്ളി ഫോൺ മേടിച്ചു. മനുഷ്യ ആ പൈസക്ക് ഒരു പശുവിനെ മേടിച്ച് നിങ്ങളുടെ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ അതിന്റെ പാല് വിട്ട് നിങ്ങളുടെ കുടുംബം കഴിയില്ലായിരുന്നു. അപ്പൊ എനിക്കൊന്ന് വാട്സപ്പിൽ കയറുന്ന ഞാൻ ഈ പശുവിന്റെ അതിലെ കൂടെ കയറൂടാ. അതിന്റെ വാലെ പിടിച്ച് മാറ്റി എനിക്ക് ഇൻസ്റ്റാഗ്രാം ഓൺ ചെയ്യാൻ പറ്റൂടാ? കിഴങ്ങ പറ്റുമോ? ഇയാളെ ഒരുപാട് ഷൈൻ ചെയ്യില്ല. മെയിനായിട്ട് വേറെ പരാതി കിട്ടുന്നുണ്ട്. ഇയാളുടെ ഭാര്യയെ സ്ഥിരമായിട്ട് മർദ്ദിക്കുന്നു പറഞ്ഞ പരാതി വരെ കിട്ടി. എന്റെ പൊന്നു പെങ്ങന്മാരെ സ്ഥിരമായിട്ടില്ല, ചില കാരണങ്ങളാൽ ഞാൻ അവളെ കുഞ്ചിരുത്തിയിരിക്കാറുണ്ട്. സത്യമായി അതിന് കാരണമുണ്ട്. അവളെ ഇവിടെ സിന്ദൂര രേഖ തൊടുന്നില്ല, അതിനാണ് ഞാൻ ഇടിച്ചത്. സിന്ദൂരം തൊട്ടില്ലാന്ന് പറഞ്ഞ ആരെങ്കിലും സ്വന്തം ഭാര്യ മർദ്ദിക്കുമെന്നോ? സിന്ദൂര രേഖയ്ക്ക് എന്തോറും അർത്ഥങ്ങളുണ്ട് അല്ലേ ചേച്ചി? ഞാൻ തൊട്ടിരിക്കുന്ന കേട്ടോ, നോക്കടാ. സിന്ദൂരം തൊട്ടതിന് സിന്ദൂരത്തിന് എന്താ അർത്ഥമാണ് എനിക്ക് മനസ്സിലായില്ല. എടാ, സിന്ദൂര രേഖ തൊട്ട പെണ്ണുങ്ങളെ കാണുമ്പോൾ നിന്നെ പോലുള്ള ഞരമ്പ് രോഗികൾക്ക് മനസ്സിലാകും ആ പ്രോപ്പർട്ടി വിറ്റ് പോയതാണ്. അങ്ങോട്ട് പുള്ളി ഞാനായിട്ട് പശുവിനെ അടിച്ചു വേണ്ടാത്ത അതിനാണ് ഇത് മനസ്സിലായോ? നിങ്ങൾ സ്ത്രീകളെ ഞാൻ സംസാരിച്ചിട്ടില്ല. സ്ത്രീകളെ കുറിച്ച് ഞാൻ ഉദാഹരണം പറയാം. കമലാസൻ, നിങ്ങൾ ചൈനയിലേക്ക് നോക്കൂ. ചൈന നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്? ഇത്രയും തന്നിട്ട് നിനക്ക് തൃപ്തിയായില്ലേടാ? ചൈന ഇനിയും തരുമോ നിനക്ക്? അയ്യോ, അതല്ല പറഞ്ഞ. ചൈനയിലെ സ്ത്രീകളെ നോക്കും, അവർ മൊബൈൽ ഉണ്ടാക്കും. അതുപോലെ ജപ്പാനിലെ സ്ത്രീകളെ നോക്കും, അവർ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നു. അതേപോലെ അമേരിക്കയിലെ സ്ത്രീകളെ നോക്കും, അവർ ഫ്ലൈറ്റ് വരെ ഉണ്ടാക്കുന്നു. ഞങ്ങൾ കേരളത്തിലെ സ്ത്രീകളും ഉണ്ടാക്കുന്നുണ്ടല്ലോ. അച്ചപ്പം, ഊത്തപ്പം, കൊള്ളപ്പം. എന്നിട്ട് അത് വീടുകൾ തോറും കയറി ഇറങ്ങി ഞങ്ങൾ വിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? അവരങ്ങനെ വിൽക്കണമെന്നാണ് ഇയാളെ പോലെ ഒരു 3 നേരം വെട്ടി വീഴുന്നത്. അതിനുള്ള നന്ദി ഞങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവര് തൊഴിലുറപ്പിന് പോകുമ്പോൾ അവരുടെ കയ്യിൽ അട്ട കടിക്കാതിരിക്കാൻ ഞങ്ങളുടെ ഫുൾ കൈ ഷർട്ടാ കൊടുക്കുന്നത്. അതിനുള്ള നന്ദി അവർക്കുണ്ടോടാ? എന്നാലും പുള്ളിക്ക് പണിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് വേർപ്പിന്റെ അസ്കതയുള്ള ഞാൻ പണിക്ക് പോവുകയാണ്. തന്നെയല്ല, ഇവര് പണിതുകൊണ്ട് വരുന്ന കാശ് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാൻ വീട്ടിലൊരാള് വേണു. ആ ആളാണ് ഞാൻ. നിങ്ങൾക്ക് ഈ പുള്ളിയുടെ ഭാര്യ കൂടെ അറിയാം എന്ത് ആസ്തിയുള്ള വീട്ടിലെ ചേച്ചി എന്നറിയോ ഈ പുള്ളിയുടെ ഭാര്യ. ഈ പുള്ളിക്കാരൻ അവരുടെ വീട്ടിൽ റബ്ബർ വെട്ടാൻ വേണ്ടി ചെന്നിട്ട് ആ പുള്ളിക്കാരൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതാണ്. അങ്ങനെയില്ല, ഞാൻ ഒട്ടുപാല് പറിക്കുമ്പോൾ അവളാണ് എന്റെ കൂടെ ഒട്ടി വീട്ടിൽ. ഞാൻ പറഞ്ഞു തരാം. ഈ പുള്ളിയുടെ ഭാര്യ വീട്ടിലെ ആസ്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അവരുടെ വീട്ടിലെ ഒരു ബാത്റൂം എന്ന് പറഞ്ഞാലുണ്ടോ 10 ലക്ഷം രൂപ വരെ. അങ്ങനത്തെ 8-10
10 ബാത്റൂം ഉണ്ട് ഈ പുള്ളിയുടെ ഭാര്യ വീട്ടിൽ, അറിയോ? അതാണോ വലിയ കാര്യം? ആ. ഇയാൾ എന്റെ ബാത്റൂം കണ്ടിട്ടുണ്ടോ? ഇല്ല. 1 കോടി രൂപ വിലമതിക്കുന്ന ബാത്റൂമാ, അതും ഫുൾ എയർ കണ്ടീഷൻ. അതേത് ബാത്റൂമാണ്? ശേഖരൻ ചേട്ടൻ റബ്ബർ തോട്ടം. അതെങ്ങനെയാണോ എയർ കണ്ടീഷൻ ആവുന്നത്? അവിടെ പൊക്കി പഠിച്ചിരിക്കണം, കാറ്റ് ഇതിലേക്കൂടെയൊക്കെ പോകുന്നത് ആർക്കൊക്കെ അറിയാൻ പറ്റും. അതെ, അതുകൊണ്ട് നീ ആ ചരിത്രത്തിൽ എന്താണ് ഇവിടെ അത് പറ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഈ നാട്ടിൽ ഒരു കവിയെ സ്വീകരിക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. അപ്പൊ ഒന്ന് ദൈവത്തോർത്ത് ഒന്ന് സഹകരിക്കും. സൈലന്റ് ആകാം. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ നാട്ടിലെ ആ കവി ഇവിടെ എത്തിയിട്ടുണ്ട്. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് നല്ലൊരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ കവിയെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാകവി പോത്തനട്ടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരും നല്ല കൈയിടും. അയാൾ പറട്ടെ. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. നമസ്കാരം. ഇതാണ് പോത്തനട്ട. ഇതൊരുമാതിരി ഊച്ചനട്ടെ പോലെ ഉണ്ടല്ലോ. അല്ല, പോത്തനട്ട കാര്യം പറയുവായിരുന്നു. പോത്തനട്ടയല്ല, പിന്നെ പോത്തനിട്ട അതെന്റെ തൂലിക നാമാണ്. എന്റെ തൂലികയെ പിടിച്ച് കളിക്കരുത്. ഞാൻ വരുന്നില്ലേ തൂലിയെ പിടിക്കാനായിട്ട്. രണ്ട് വാക്ക് നമ്മുടെ ഈ നാട്ടുകാരോട് ഒന്ന് സംസാരിക്കണം പ്ലീസ്. പ്രിയമുള്ളവരെ, ഈ നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ ഒരു വാക്ക് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. നാം ഒരു കാര്യം ശ്രദ്ധിക്കണം. നാം ജീവിക്കുന്ന സമൂഹം ഇന്ന് കുറ്റിരുട്ടിലാണ്. ഇപ്പോഴും 15 രൂപയുടെ കണ്ണാടി വാങ്ങിച്ചു വെച്ചോണ്ട് കൂറ്റാക്കൂട്ടി ഇരുട്ടാണ് ഇവിടെ. ഈ കിഴക്കിലേക്ക് ആര് വിളിച്ചു? മാന്യമായ കാര്യങ്ങൾ പറയാൻ പറയൂ. കാര്യമാക്കേണ്ട പുള്ളി മദ്യത്തിലെ ലഹരിയിലാണ്, മദ്യപിച്ചു സംസാരിക്കൂ പ്ലീസ്. പ്രിയമുള്ളവരെ, പൊറോട്ട ആക്ഷൻ സ്പോർട്സ് ക്ലബിന്റെ പൊറോട്ട അല്ല, ബീഫ് ആക്ഷൻ സ്പോർട്സ് ക്ലബിന്റെ പൊറോട്ട ബീഫ് ഒന്നുമല്ല, പത്തിരിയും കോഴിക്കറിയാണ്. ആട്ടെ കൊതിപ്പിക്കാൻ ഓരോ പലഹാരത്തിന്റെ പേര് വിളിച്ചു പറയും. പത്തിരിയും കോഴിക്കറിയല്ല, ഇത് ശംഭു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. ശംഭുന്റെ കാര്യത്തിന് ക്ലബിന് പേര് കവി തന്നെ സംഭവം അറിയോ? നമ്മുടെ ഈ ക്ലബിന്റെ ഒരു പ്രവർത്തകൻ ശംഭു വെച്ച് ക്യാൻസർ വന്ന് മരിച്ചുപോയി. അപ്പൊ പുള്ളിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഇട്ടിരിക്കുന്നതാണ് ശംഭു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. ഇപ്പൊ സംഭവിച്ച ക്യാൻസർ വരൂ പിന്നെ പറയണ്ടേ? പരിപാടിക്ക് വരുന്നത് ഒരു കിരികിരിപ്പ് മാറുന്നതിന് മുമ്പ് ഒരു 2 വരി കവിത നമ്മുടെ ഈ നാട്ടുകാർക്ക് വേണ്ടി ഒന്ന് പാടാം. 2 വരി കവിത. നല്ല കാര്യം. പ്രിയമുള്ളവരോട് വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സംഭവം ഞാൻ ഇവിടെ ഊരിടാം. ഊരിടുന്ന കൊള്ളാം, പോകുമ്പോ എടുത്തോണ്ട് പോകണം. അല്ല, ജാനകി ചേച്ചിയുടെ പട്ടി അതും പഠിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും നമ്മൾ കണ്ടുവരും. ഇയാളെന്താ പറയുന്നത്? അല്ല, ഏതാണ്ട് ഊരിയിടാൻ പോവാന്ന് പറഞ്ഞു. ഊരിടാന്നാണോ പറഞ്ഞത്? പിന്നെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട കവിതയുടെ 2 വരി ഉരുവിടാം, ചൊല്ലാം. അങ്ങനെ വ്യക്തമായി പറയൂ. പറഞ്ഞു. പ്രിയമുള്ളവരെ, കവിതയിൽ കിടക്കുമ്പോൾ ഒരു അപേക്ഷയുണ്ട്. ഈ ഫ്രണ്ടിൽ അംഗീകരിക്കുന്ന കൊച്ചുകുട്ടികൾ, വൃദ്ധന്മാർ, വൃദ്ധകൾ, അറ്റാക്ക് വന്നവർ, വരാൻ സാധ്യതയുള്ളവർ, ഗർഭിണികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു 50 മീറ്റർ പുറകിലേക്ക് ഇറങ്ങി ബോംബിട്ടിട്ടാണ് കഥ പറയാൻ പോകുന്നത്. മാറിയിരിക്കാൻ പറയുന്നത്. പിന്നെ എന്റെ കവിത കേൾക്കുമ്പോൾ ഇവരെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകും. അപ്പൊ മുളക് പൊടി വായിലിട്ടോണ്ടാണ് മൊത്തം മുട്ടാപ്പൊക്കെ പറയുന്നത്. ശ്രദ്ധിക്കണു, അത്രയ്ക്ക് ദുഃഖസാന്ദ്രമായ കവിതയാണ്. എന്റെ കവിത കേൾക്കുമ്പോൾ ഈ കൂടിയിരിക്കുന്ന ജനങ്ങൾ സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയും. എന്താ ഇവൻ കരയും? ഞാൻ കരയത്തില്ല. എന്നാ താൻ കരയും. ഞാൻ എന്റെ അച്ഛൻ മരിച്ചിട്ട് കരഞ്ഞിട്ടില്ല. പിന്നെ ഈ കവിതയ്ക്ക് കരയാൻ പോകുന്നത് പോടാ. എന്നാ ആരെങ്കിലൊക്കെ കരയും. എത്ര രൂപ പറ്റും? 1000 രൂപ പറ്റുമോ? 15,000 വെക്കും സുഹൃത്തേ. ശരി, 15,000 രൂപ പെറ്റു വെച്ചിരിക്കുന്നു. പുള്ളിയുടെ കവിത കേട്ടാൽ നമ്മൾ ആരെങ്കിലും കരയുമെന്നാണ് പറയുന്നത്. ശരി, കവിതയിലേക്ക് പോവാം. പ്രിയമുള്ളവർ, എന്റെ കവിതയിലേക്ക് കിടക്കുന്നു. എന്റെ കവിതയുടെ പേരാണ് അമ്മേ ആരാണ് എന്റെ അച്ഛൻ. അയ്യോ, അതിന് തീരുമാനമൊന്നും ആയില്ലേ? തർക്കത്തിൽ കിടക്കുക. പ്രിയമുള്ളവർ, എന്റെ കവിതയിലേക്ക് കിടക്കുന്നു. അമ്മേ ആരാണ് എന്റെ അച്ഛൻ. അമ്മേ ആരാണ് എന്റെ അച്ഛൻ. അമ്മേ ആരാണ് എന്റെ അച്ഛൻ. മര്യാദ പറയൂ. എന്റെ തന്റെ ആരാണ്? പട്ടി പറ്റി. അയ്യോ, പട്ടി പറ്റി കിടക്കണല്ല. നിങ്ങളുടെ കവിത കേട്ട് കമലാസനം പൊട്ടിക്കറിയണതാ. കമലാസന, പുള്ളിയുടെ കവിത കേട്ട് പൊട്ടിക്കറിഞ്ഞു വന്നോ? അല്ല, പിന്നെ ഈ തന്തയില്ലാത്തവൻ ആരാ വിളിച്ച് ചേച്ച കയറ്റിയത്? ഇതെന്നാ പൂക്കച്ചുള്ള കവിതയാണ്. ഇത്രയും ജനങ്ങൾ ഇരിക്കുമ്പോ അമ്മ എന്റെ അച്ഛൻ ആരാണ് പോലും അതറിയാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് കൂടുതൽ തള്ളിക്കറിയത്?
അത് വിട്ടേ വിട്ടേ. അതെ അതെ ഈ കവിത അമ്മ എന്റെ അച്ഛനാരാണ്? അതെ ഈ കവിത വേണ്ട. അതെ കവിത ഏറ്റില്ല. നിങ്ങൾ ഇവിടെ അടുത്ത് ഈ പാലക്കാട് നിങ്ങൾ കുഴൽമന്ദത്ത് പുഞ്ചിരി ക്ലബിന്റെ പരിപാടിക്ക് വന്നപ്പോ നിങ്ങൾ സിനിമാ പാട്ട് പാടിയില്ലേ? ഗംഗ പാടിയില്ല. ആ ഗംഗ ഒന്ന് പാടിയാൽ മതി പ്ലീസ്. ഗംഗ പാടുന്നെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിച്ച് കൊടുക്ക്, അത് പാടട്ടെ, അത് നല്ല പാട്ടായിരുന്നു. പ്രോത്സാഹനം കൊടുക്കുന്ന കഴിയുന്നു. ഇത്ര മതി നോക്കിയാ. ഓക്കെ അപ്പൊ ശരി ഗംഗ. ഗംഗ പാട്ട്, ഗംഗ പാട്ട്. ഗംഗ ഇതാണോ കയ്യിന്ന് പോകുന്നു പറഞ്ഞേ? ഇത് കയ്യിന്നല്ലല്ലോ പോകുന്നത്. സത്യം പറയാവോ? സത്യമേ പറയാവൂ. അത്രയും അത് ഞാനേ രാവിലെ എണ്ണ കഴിച്ചേ. സത്യം പറയണം. ബർഗർ അതിന്റെ ഗെറ് ഇവിടെ കിട്ടി. ഇനി ബെറ വിടുന്നാന്ന് പറഞ്ഞാൽ സത്യം പറയണ. രാവിലെ എന്നാ നീ കഴിച്ചേ? ഉള്ളത് പറയാം. ഉള്ളത് പറ. രാവിലെ ചക്കപ്പുഴ, പിന്നെ ഉച്ചക്ക് ചക്കക്കുരു അവിയലും കൂട്ടി ഊണ്. പിന്നെ ഇങ്ങോട്ട് പോരാൻ നേരത്ത് നോക്കിയപ്പോൾ മുറിയുടെ മൂലക്ക് ഒരു 3 ചക്കക്കുരു വെറുതെ കിടക്കുന്നു. അത് ചുട്ടുന്നു. അത് കിട്ടില്ല അല്ലേ? എന്റെ പൊന്നു ചങ്ങാതി, ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ ചക്കയും ചക്കക്കുരു ഉണ്ട്. എന്നാലും ചക്കക്കുരു കൊണ്ട് ഇത്ര ആർട്ട് കാണിക്കും. ചക്കക്കുരു തനിക്ക് എന്താ അറിയണം? എനിക്ക് ഒരുപാട് അറിയാം. ക്യാൻസർ വരെ തന്നെയാണ് സംഭവം. ചക്കക്കുരു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യം ചക്കക്കുരു തിന്നിട്ട് വരുന്നതിനെ തടയിടാൻ എന്തെങ്കിലും കണ്ടുപിടിക്കും. എന്നിട്ടല്ലേ ക്യാൻസറിന് കണ്ടുപിടിക്കുന്നത്. ഇവന് നിന്നെ ഉണ്ടല്ലോടാ, നിന്നെ ഇന്ത്യയുടെ അതിർത്തി കൊണ്ട് നിർത്തണം. ഇന്ത്യക്ക് പിന്നെ ശത്രുക്കളെ ഉണ്ടാകത്തില്ല. അവർ ആ വഴിക്ക് പൊക്കോളും. ഗംഗ കയ്യിൽ പോയി പോവല്ലായിരുന്നല്ലോ. ഹരിമുരളിയിലെ ഒന്ന് കിച്ചിയാലോ? നിന്റെ ഗംഗ ഇതാണെങ്കിൽ ഹരിമുരളിന്റെ എന്നതായിരിക്കൂടാ. സുഹൃത്തേക്ക് വന്ന വെള്ളം മാറ്റിയിട്ടേക്ക് വന്നേ. എത്രയും സ്റ്റേജ് കാലിയാക്കി തരിക. എനിക്ക് കപ്പിടാൻ സമാധാനപ്പെട്ട് നിങ്ങൾ എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുത്ത് കമലഹാസനെ വിട്. നമുക്ക് വീണ്ടും അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഓക്കെ, നല്ലൊരു കൈയ്യടി എല്ലാവരും ചേർന്നു. ഓക്കെ.